ഇത് ഒരുക്കിട്ടെ ഒരു കരിമണിമാല പണിതാലോ എന്ന് ആലോചിക്ക. കരിമണിയോ? ആ, കറുത്ത മണികള് ഇങ്ങനെ ചെയിനിന്റെ ഇടക്കിടക്ക് പിടിപ്പിച്ചിട്ട്. ഇത്തിരി കൂടി സ്വർണം വേണ്ടി വരും. എന്താണ് ഈ കരിമണിമാല? ഞാൻ കണ്ടിട്ടില്ല. പണിപ്പിച്ച് തന്നാ കാണാം. എന്തിനാ അന്നമോ കിന്നമോ എന്ന് പറഞ്ഞ് എന്റെ പുറകെ നടക്കുന്നത്? അയ്യോ, കിന്നമ്മോ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എനിക്ക് അന്നമ്മയോടൊരു കാര്യം പറയാനുണ്ട്. എന്തുവാ കാര്യം? വീട്ടിൽ വെച്ച് കണ്ടപ്പം പറഞ്ഞൂടായിരുന്നോ? വീട്ടിൽ വെച്ച് പറയാൻ കൊള്ളാവുന്ന കാര്യമല്ല. അന്നമ്മോ, എനിക്ക് തന്നെ ഇഷ്ടമാണ്. തനിക്ക് എന്നെ ഇഷ്ടമാണോന്ന് നാളെ പറയണം. ഇപ്പൊ തന്നെ പറയാം. അല്ല, അയ്യോ, അങ്ങനെ പെട്ടെന്നൊന്നും പറയരുത്. ഞാൻ ഇന്ന് അടുക്കളയിലോട്ട് ചെന്നപ്പോഴുണ്ട് ആ പോലീസുകാരന്റെ പെണ്ണുമ്പിള്ള കുറെ അണ്ടിപ്പരിപ്പെടുത്ത് വായിക്കാത്തിട്ട് ചവച്ച് തിന്നുന്നു. ആന കരിമ്പുകാട്ടി കയറിയ പോലെ അവരങ്ങോട്ട് കയറിയാല് ഫ്രിഡ്ജ് തുറക്കുന്നു, ആപ്പിൾ എടുക്കുന്നു, മുന്തിരിങ്ങ എടുക്കുന്നു. എന്തിനാ ഒരു തക്കാളി പോലും അവിടെ വെച്ചേക്കാൻ സമ്മതിക്കത്തില്ല. എന്റെ സാരി മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും മറ്റുള്ളവരുടെ ഒന്നും വാങ്ങിച്ചു കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല. സാരി നല്ല ഒരു സാധനം. ഞങ്ങൾ ഈ വീട്ടിൽ ആരോഗ്യശാസ്ത്രം നോക്കിയൊന്നുമല്ല ജീവിക്കുന്നത്. ഉള്ള വസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി കൊടുക്കാറുണ്ട്. ആരും ഒന്നും അങ്ങനെ സ്വന്തമാക്കി വച്ചിട്ടുമില്ല. എന്നാലേ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ശീലിച്ചിട്ടില്ല. ഒരാൾ ഉപയോഗിക്കുന്ന സാരി, ചീപ്പ്, സോപ്പ്, ടവല് ഇതൊന്നും മറ്റൊരാൾ ഉപയോഗിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാ കൊടുക്കാതിരുന്നേ. ഈ വീടിന്റെ അവസ്ഥ മനസ്സിലാക്കി പെരുമാറേണ്ട നീ ഇങ്ങനെയൊക്കെ കാണിച്ചാലോ? ഇന്നെന്റെ കാര്യം ചോദിച്ചുള്ളൂ. നാളെ എന്റെ മാലയും വളയൊക്കെ ചോദിക്കാൻ തുടങ്ങും. ഈ വക എക്സ്ചേഞ്ച് ഒന്നും എനിക്കിഷ്ടമല്ല. ഈ എക്സ്ചേഞ്ചിന്റെ പിന്നിലുള്ള സ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും വില തനിക്ക് ഇന്നറിയില്ല. അല്ലെങ്കിൽ അതൊക്കെ അറിയണമെങ്കിൽ അല്പം മനുഷ്യപ്പറ്റി വേണം. ഓ, വല്ലവരുടെ സാധനങ്ങൾ ആയിരുന്നു വാങ്ങിക്കുന്നതായിരിക്കും മനുഷ്യൻ. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് വേറെ ഒരുത്തിയായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന്? ആരാണിവൾ? സത്യം പറ, ആരാ ഈ മൂഷേട്ടാ? ഇവള് പണ്ട് എന്റെ ഫ്രണ്ടായിരുന്നു. ഫ്രണ്ടാണോ ഇവളോ? എന്നിട്ടാണോ ഇങ്ങനെ ചേർന്ന് നിന്ന് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്തിരിക്കുന്നത്? ചേർന്ന് നിന്നിട്ടല്ലേ ഉള്ളൂ, കെട്ടിപ്പിടിച്ചു. നീ കള്ളം പറയൊന്നും വേണ്ട. കണ്ണിന് നേരെ കണ്ടത് കള്ളമാണോ? ആ പെണ്ണ് തന്ന പൂക്കളല്ലേ ഈ പെട്ടി നിറച്ച് ഉണയും കിടക്കുന്നത്? ഈ ഫോട്ടോ മറിക്കാൻ വേണ്ടിയില്ലേ നിങ്ങൾ ഇത്രയും നേരം കള്ളക്കളി കഴിച്ചത്? നീജ, ദുഷ്ട, മഹാബലി. ദേ, എന്നെ തൊട്ടാ ഞാൻ കൈ കടിച്ചു മുറിക്കും, പറഞ്ഞേക്കാം. ദുഷ്ടൻ, കൊടുംചതിയൻ. ഇവിടെ പുനരിച്ച് നടക്കുമ്പോഴല്ലേ നിങ്ങൾ എന്റെ കഴുത്ത് താലി കെട്ടിയത്? അന്തസ്സില്ലാത്ത മനുഷ്യൻ. ആണാണെന്ന് വെച്ച് ഒരു പെണ്ണിനെ താലി കെട്ടി ചതിക്കുന്നതിലും വേണം ഒരു അന്തസ്. ഞാൻ ഇത്രയും നാളും കെട്ടിപ്പിടിച്ചത് വേറൊരു പെണ്ണിന്റെ വിയർപ്പ് നാർന്ന ഈ മനുഷ്യനെ ആയിരുന്നല്ലോ എന്റെ ദൈവമേ. പട്ടി. എന്ത് മീന? നെയ്മീനാണ്. എന്താ വില? 65 രൂപ. അയ്യോ, 65 രൂപയോ? എന്റെ ദൈവമേ, കല്യാണം ഇവിടെ വേണ്ട. അല്ല മുത്തശ്ശി അര കിലോയും വേണ്ട, 1/4 കിലോയും വേണ്ട. മാസം അവസാനം 65 രൂപയുടെ നെമ്മീൻ കൂട്ടാനുള്ള നിവൃത്തിയൊന്നും ഇല്ല എന്റെ കല്യാണി ചെന്നോണ്ടാട്ടെ. അമ്മയുടെ എപ്പോഴും അതെ. എന്നെ എന്ത് ചെയ്താലും പറഞ്ഞാലും സാരമില്ല, പോട്ടെ. തൊട്ടതിലും പിടിച്ചതിലും ഒക്കെ എന്തെല്ലാം സഹിക്കുന്നു. ഒരക്ഷരം ഇന്നുവരെ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ എല്ലാവരുടെയും മുമ്പേ വെച്ച് ഉണ്ണേട്ടിന് എപ്പോഴും ഒരു എക്സ്ക്യൂസ് ഉണ്ടാവും. മകൻ അമ്മയ്ക്ക് മാത്രം അവകാശപ്പെട്ടത്. ഇതിന് പോസിറ്റീവ്നെസ് നല്ല പറയാ. ഞാൻ എന്ത് പഴിച്ചിട്ട? ഒരു ദിവസമെങ്കിലും സന്തോഷായിട്ട് എവിടെയെങ്കിലും. സുഖേട്ടൻ എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലേ. അല്ല, ശൈലജയെ പറ്റി സുഖേട്ടൻ പറഞ്ഞില്ലേ വെറും പച്ച പാവാണെന്ന്? എന്നിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞു ഇത്തിരി കൊമ്പ് കൂടുതലാണെന്ന്. കൊമ്പോ? മേനി പറിച്ചില്ലേ? സുഖേട്ട, ഇനി മുതൽ ദിവ്യമോള് സുഖേട്ടന് അച്ഛാന്ന് വിളിക്കില്ല. അയ്യോ, അതെന്ത്? എന്നെ അമ്മാന്നും വിളിക്കില്ല. പിന്നെ സുഖേട്ടൻ ഡാഡി, ഞാൻ മമ്മി. ലോകം ഒരുപാട് മുമ്പോട്ട് പോയി സുഖേട്ടാ. കിണറ്റിലെ തവളകളെ പോലെ നമ്മൾ പരിഷ്കാരം അറിയേണ്ട ജീവിക്കേണ്ട കാര്യമുണ്ടോ? എന്നാലും പെട്ടെന്ന് അങ്ങനെ ഒരു മാറ്റം വേണോ? വേണ്ട ശൈലജെ, ആ സാരി നന്നായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ സുഖേട്ടന് ഇഷ്ടമായില്ല. പുള്ളിക്ക് ഇപ്പോഴത്തെ ഫാഷനെ പറ്റി വല്ലതും അറിയോ? സുഖേട്ടൻ പറയാ സാരി വെറും തല്ലിപ്പുള്ളിയാണെന്ന്. സുഖേട്ടനെ ഞാൻ ഒത്തിരി ചീത്ത പറഞ്ഞു. ആരെങ്കിലും സ്നേഹമായിട്ട് എന്തെങ്കിലും തന്നാ നമ്മൾ. ഞാൻ എന്നും ടൈപ്പിന് പോകുന്ന വഴിക്ക് അഷ്റഫ് അവിടെ കണ്ട് നിൽക്കാറുണ്ടായിരുന്നു പോലും. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല. വീട്, ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, വീട്, അങ്ങനെ. ഒരു ദിവസം അഷ്റഫ് എന്നോട് ചോദിക്കുക, ഞാനൊരു സാധനം തന്നാ വാങ്ങിക്കോന്ന്. എനിക്കങ്ങ് ദേഷ്യം വന്നു. എന്നാൽ എന്താ സാധനം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അത് നോക്കുമ്പോഴെന്താ ഒരു കത്ത്. കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കാൻ ആദ്യം എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ആലോചിച്ചു, അത് വേണ്ട. കത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് നമുക്കറിയണ്ടേ. പിന്നീട് ആ മനുഷ്യൻ കത്തോട് കത്താണ്. ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ, പിന്നെങ്ങനെ വേണ്ടെന്ന് പറയുന്നേ. എന്റെ അയാളുടെയും വീട്ടുകാരെ ഓർത്ത് എല്ലാം ഞാനങ്ങ് ക്ഷമിച്ചു. ഈ പെട്ടിയിലുള്ള സാധനങ്ങളുടെ വില എനിക്കേ അറിയൂ. അങ്ങനെ എന്നെ ചതിക്കാൻ ആർക്കും പറ്റില്ല. ഇനി ചതിച്ചാൽ ഞാൻ ശപിക്കും.
ഞാൻ ഭദ്രകാളിയാ. ഞാൻ ജീവന്റെ ജീവനായി കൊണ്ടു നടക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിന്റെ ഉള്ളില്. ആർക്കും അതിന്റെ വില മനസ്സിലാവൂല, എനിക്കേ അറിയൂ. ചെറുപ്പത്തിൽ എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണത്രേ ആദ്യത്തെ പല്ല് മുളച്ചത്. അതിനു മുൻപ് ഞാൻ പല്ല് തേക്കാൻ വേണ്ടി വാശി പിടിച്ച് കരയുമായിരുന്നു അത്രേ. 3 വയസ്സ് കഴിഞ്ഞ് 2 മാസമായപ്പോ പെട്ടെന്ന് എനിക്ക് 4 പല്ല് വന്നു. അത് തേക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങിച്ചെന്ന ബ്രഷ് ഇത്. കൊള്ളാമോ? ദേ, എല്ലാവരും ഇത് കണ്ടോ? എന്റെ 3ാമത്തെ വയസ്സില് പിറന്നാൾ നമ്മ കൈകൊണ്ട് തുന്നി തന്ന ഉടുപ്പാ. ഇത് ഞാൻ മരണം വരെ കളയൂല. ഞങ്ങളുടെ തറവാട്ട് പറമ്പിന്റെ അതിരില് തേൻ കിനിയുന്ന ഒരു മാവുണ്ടായിരുന്നു എന്ന് ഞാൻ സുധാകരനോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിരുന്നു. അതിന് ഒരു ദിവസം പണിക്കിരങ്ങൾ വീട്ടിൽ വന്നപ്പോ അതിന്റെ ഉച്ചിയിൽ ഒരു മാമ്പഴം കണ്ടു. എറിഞ്ഞു വീഴ്ത്താൻ പറ്റുമെന്ന് പണിക്കിരങ്ങൾ എന്നോട് ചോദിച്ചു. പറ്റുമെന്ന് ഞാനും പറഞ്ഞു. ജീവിതത്തിൽ ആകെപ്പാടെ ഒരു മങ്ങയ്ക്ക് ഞാൻ കല്ലെറിഞ്ഞിട്ടുള്ളൂ. ആ കല്ല ഇത്. എങ്ങനെയുണ്ട്? പണിക്കരെ, ഇതിന് അരവട്ടല്ല, മുഴുത്ത വട്ട് തന്നെയാ. സുഖേട്ടന്റെ ഓഫീസിലെ എഞ്ചിനീയറുടെ ഭാര്യയ്ക്ക് ഇതേ ടൈപ്പ് മാലയുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങ് വീണുപോയി. ഇതേ വെറും ഓൾഡ് ഫാഷനാ. കല്യാണത്തിന്റെ അന്ന് നോക്കിയപ്പോ എന്റെ കഴുത്തിൽ മാത്രമേ ഈ പഴഞ്ച മാല. ഈ ഫാഷൻ ഇറങ്ങി തുടങ്ങിയിട്ടേ ഉണ്ടാവൂ. മാലയുടെ ഫാഷനെ പറ്റിയൊന്നും സുഖേട്ടനൊന്നും അറിയില്ല. ഇത് ഒരുക്കിയിട്ടേ ഒരു കരിമണി മാല പണിതാലോ എന്ന് ആലോചിക്ക. കരിമണി? ആ, കറുത്ത മണികള് ഇങ്ങനെ ചെയിനിന്റെ ഇടക്കിടയ്ക്ക് പിടിപ്പിച്ചിട്ട്. ഒരുകൂടി സ്വർണം വേണ്ടി വരും. എന്താണ് ഈ കരിമണി മാല? ഞാൻ കണ്ടിട്ടില്ല. പണിപ്പിച്ച് തന്നാ കാണാലോ. അല്ലെങ്കിൽ ഈ മാല കഴുത്ത് കിടക്കട്ടെ, നമുക്ക് പുതിയ സ്വർണം വാങ്ങി പണിയിക്കാം. അതാ നല്ലത്. ഇനിയിപ്പോ പ്രീതിയുടെ കല്യാണത്തിനാവട്ടെ. അയ്യോ, അതുവരെ കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയില്ല. നീ ഭക്ഷണം എടുത്തു നോക്ക്, എനിക്ക് വിശന്നിട്ട് വയ്യ. ഇത് പറ. ആലോചിക്കാന്നേ, നീ ചെല്ലു.